ശബരിമലയിലെ വിഷുക്കണി ദർശനത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി പേരാണ് ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷു കൈനീട്ടം നൽകി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ശബരിമലയിലും വിഷുക്കണി ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴും ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ്? കനത്ത സുരക്ഷയിൽ തന്നെയാണോ വിഷു ദർശനവും ഒരുക്കിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് വിഷു ദർശനം ഏകദേശം അവസാനമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം രാവിലെ 4 മുതൽ 7 മണി വരെയാണ് ശബരിമല സന്നിധാനത്ത് വിഷു കണി ദർശനത്തിന് വേണ്ടിയുള്ള അവസരം അയ്യപ്പ ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് വിഷു കണി ദർശനത്തിനായും വിഷു കൈനീട്ടം വാങ്ങുന്നതിന് വേണ്ടിയും ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അത്താഴപൂജയ്ക്ക് ശേഷമാണ് വിഷുക്കണി ദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് തുടങ്ങിയത്. അത്താഴപൂജയ്ക്ക് ശേഷമായിരുന്നു ഓർത്തുരുളിയിൽ വിഷുക്കണി കാണുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഓരോന്നായി ശബരിമല സന്നിധാനത്ത് ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിനുള്ളിൽ ഒരുക്കി വെക്കുന്നത്. അതിനുശേഷം നടയടച്ചു. ഇന്ന് രാവിലെ തന്ത്രി കണ്ഠരര് രാജീവരും ഒപ്പം തന്നെ മേൽശാന്തിയും ചേർന്ന് നട തുറന്ന് ആദ്യം വിഷുക്കണി ദർശനം ശ്രീധർമ്മശാസ്താവിനെ കാണിച്ച് വിളക്ക് തെളിച്ചു. അതിനുശേഷമാണ് അയ്യപ്പ ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിന് വേണ്ടിയുള്ള അവസരം ഒരുങ്ങിയത്. നിരവധി പേരാണ് വിഷുക്കണി ദർശനത്തിന് വേണ്ടിയും ഒപ്പം വിഷു കൈനീട്ടം വാങ്ങുന്നതിന് വേണ്ടി എത്തിയത്. വിഷുക്കണി ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശബരിമല സന്നിധാനത്തെത്തിയ ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകി. വലിയ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരുന്നു. ദേവസ്വം മന്ത്രി PN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്ത് വിഷുക്കണി ദർശനം പ്രമാണിച്ച് ഉണ്ടായിരുന്നു. ഈ വിഷു നാളിൽ തന്നെയാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു ചടങ്ങ് കൂടി നടന്നത്. അയ്യപ്പന്റെ മുദ്ര ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകൾ ഇന്ന് പ്രകാശനം ചെയ്തു. മന്ത്രി VN വാസവനാണ് ഒരു ഭക്തന് സ്വർണ്ണ ലോക്കറ്റ് നൽകിക്കൊണ്ട് അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. 2 അളവുകളിലുള്ള 2 തൂക്കങ്ങളിലുള്ള ലോക്കറ്റുകളാണ് അയ്യപ്പ ഭക്തർക്ക് വിൽക്കുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം ഇന്ന് മുതൽ 18-ാം തീയതി വരെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട ദർശനം ശബരിമല സന്നിധാനത്തുണ്ടാവും. 18-ന് നടയടയ്ക്കും. പമ്പയിലും വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. മാത്രവുമല്ല, വലിയ വാഹന തിരക്കുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കൽ വരെയാണ് വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇന്നലെ മുതൽ തന്നെ ശബരിമല സന്നിധാനത്തേക്കുള്ള തിരക്ക് കൂടിയിരുന്നു. ഇപ്പോഴും അതേ തിരക്ക് തന്നെ നിലനിൽക്കുകയാണ്. കാരണം ശബരിമല സന്നിധാനത്ത് സാധാരണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലങ്ങൾ അനുഭവപ്പെടുന്ന തരത്തിലുള്ള തിരക്ക് തന്നെ ഇപ്പോഴും കാണുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന മറ്റൊരു കാര്യം. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള പോലീസ് ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമെല്ലാം തന്നെ